നാമത്തിന് മഹത്വം. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുവല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ ദൈവമാകുന്നു. ഈ പ്രയാസമേറിയ പ്രതികൂലം നിറഞ്ഞ ഈ നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വസിക്കുവാൻ കഴിയുന്ന, ധൈര്യപ്പെടുവാൻ കഴിയുന്ന കർത്താവിന്റെ വചനമാണ് നാം കേട്ടത്. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വസിക്കുവാൻ കഴിയുന്ന നല്ലൊരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മറുപടി തരുന്ന, മനുഷ്യന്റെ പ്രാപ്തിക്കും പരിധിക്കും അപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിയുന്ന നല്ലൊരു കർത്താവിനെയാണ് നാം ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. ആ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം എന്തിനു വിചാരപ്പെടണം? നാം എന്തിനു ഭയപ്പെടണം? നാം എന്തിന് ആശയറ്റവരായി ജീവിക്കുവാൻ ഇടയായി തീരണം? ഈ ആശയം വരുന്ന ഒരു ഗാനം നമുക്ക് പാടാം. സഹോദരൻ ജോർജ് പീറ്റർ അങ്കിളിന്റെ ഒരു മനോഹരമായ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ഭയപ്പെടേണ്ട എൻ മനം. ഭയപ്പെടേണ്ട എൻ മനമേ, ദയയുള്ള നാഥൻ കൂടെയില്ലേ, അഭയമവൻ തരികയില്ലേ, എന്തിനു ഭീതി മനമേ. ഭയപ്പെടേണ്ട എൻ മനമേ, ദയയുള്ള നാഥൻ കൂടെയില്ലേ, അഭയമവൻ തരികയില്ലേ, വലം കരത്താൽ വഹിച്ചു നിന്നെ, വഴി നടത്താൻ പ്രിയനില്ലേ. വലം കരത്താൽ വഹിച്ചു നിന്നെ, വഴി നടത്താൻ പ്രിയനില്ലേ. ഒരു വിപത്തും വരുത്തുകില്ല, എന്തിനു ഭീതിയിൽ മനമേ. ഒരു വിപത്തും വരുത്തുകില്ല, എന്തിനു ഭീതിയിൽ മനമേ. എന്തിനു ഭീതിയിൽ മനമേ. യേശുവിൽ നീ ആശ്രയിക്കൂ, ആശ്വസിക്കൂ നിതാന്തം. തൻ കൃപകൾ ശക്തി തരും, എന്തിനു നീ വിഷാദം. യേശുവിൽ നീ ആശ്രയിക്കൂ, ആശ്വസിക്കൂ നിതാന്തം. തൻ കൃപകൾ ശക്തി തരും, എന്തിനു നീ വിഷാദം, എന്തിനു നീ വിഷാദം. ഗഗനമധു ഭൂമിക്കുമേൽ ഉയർന്നിരിക്കും അതുപോലെ. ഗഗനമധു ഭൂമിക്കുമേൽ ഉയർന്നിരിക്കും അതുപോലെ. തന്ദയയോ വലുതല്ലോ, എന്തിനു ഭീതിയിൽ മനമേ. തന്ദയയോ വലുതല്ലോ, എന്തിനു ഭീതി
കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കൊന്നിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു തോർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 രാത്രികളിൽ നമുക്കൊന്നിച്ച് ആത്മീക പക്വതയിലേക്കുള്ള, ആത്മീക വളർച്ചയിലേക്കുള്ള മടങ്ങി വരവ് എന്ന വിഷയത്തിന്റെ പല വശങ്ങൾ നാം ചിന്തിച്ചു. ഇന്നുകൊണ്ട് നമ്മുടെ ഈ പഠനം, ഈ വിഷയം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുവാനാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത്. എന്നാൽ ഈ വിഷയം അവസാനിക്കുന്ന ഒരു വിഷയമല്ല. നമ്മുടെ കർത്താവിന്റെ വരവോളം ഇതിന്റെ പ്രാധാന്യതയുണ്ട്. നാം ഈ വളർച്ചയിലായിരിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആത്മീക പക്വതയ്ക്കായിട്ടുള്ള വളർച്ചയുടെ അല്ലെങ്കിൽ വളർച്ചയുള്ളവന്റെ ചില ലക്ഷണങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ഇന്നലെയായിട്ട് നാം കണ്ടത്. 3-ാമത്തെ ലക്ഷണം നാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുന്നവനായിരിക്കും ആത്മീക പക്വതയുള്ളവൻ അല്ലെങ്കിൽ വളരുന്ന ഒരുവന്റെ ലക്ഷണം. 1 നാം കണ്ടു, ഐക്യത നിലനിർത്തുന്നവനായിരിക്കും. 2 കരുതുന്നവനായിരിക്കും. 3 ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുന്നവനായിരിക്കും. ആ ഭാഗം നാം ഏകദേശം പൂർത്തീകരിച്ചുവെങ്കിലും ഒടുവിലായി പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരുവനിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണം, അത് അവൻ താഴ്മയുള്ളവനായിരിക്കും എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഒരു ലക്ഷണമായി, ഒരു ആത്മീകന്റെ ലക്ഷണമായി കൂട്ടാമെങ്കിലും ഈ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരുവന് നിശ്ചയമായിട്ടും ഈ ഗുണം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, താഴ്മ എന്നത് എന്താണെന്ന് നാം ചിന്തിക്കുകയായിരുന്നു. ക്രിസ്തീയ താഴ്മ എന്നത് അത് വളരെ ശാന്തമായിട്ട് അല്ലെങ്കിൽ ശബ്ദം കുറച്ച് സംസാരിക്കുന്നതോ ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുന്നതും അങ്ങനെയൊക്കെ മാറി നിൽക്കുന്ന ഒരാളെയൊക്കെ താഴ്മയാണ്, അല്ലെങ്കിൽ എപ്പോഴും ഒന്നിനും മറുപടിയില്ല. അതൊന്നുമല്ല ക്രിസ്തീയ താഴ്മ. അത് നാം ഇന്നലെ ചിന്തിച്ചതാണ്. ഫിലിപ്പി ലേഖനത്തിൽ നാം കണ്ടു, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുന്നവനായിരിക്കും ക്രിസ്തീയ താഴ്മയുള്ള, ക്രിസ്തുവിന്റെ താഴ്മ ധരിക്കുന്നവൻ. കർത്താവായ യേശു ക്രിസ്തു ഗുരു ശിഷ്യന്മാരുടെ കാല് കഴുകിയവനാണ്. അപ്പോൾ ശിഷ്യന്മാരെ ശ്രേഷ്ഠരെന്ന് എണ്ണിയ കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആ കർത്താവിനെ പിന്തുടരുമ്പോൾ ഈ താഴ്മയുടെ 1-ാമത്തെ പ്രത്യേകത, വിശേഷത, നിശ്ചയമായിട്ടും മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ കഴിയും. 2-ാമത് നാം ചിന്തിച്ചത് റോമാലേഖനം 12-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ച് ഉയരാതെ എന്ന് വെച്ചാൽ, ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഓരോ സ്ഥാനങ്ങളുണ്ട്. അത് സ്ഥലസഭയിലായിരിക്കും, കുടുംബത്തിലായിരിക്കും, സമൂഹത്തിലായിരിക്കും, എവിടെയും ആയിക്കൊള്ളട്ടെ. ഇവിടെയൊക്കെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾക്ക് മേലെ ചിന്തിച്ചാൽ അത് തെറ്റാണ്. അതിന്റെ താഴേക്ക് പോയാലും പ്രശ്നമാണ്. ദൈവം നമ്മിൽ ഭരം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഞാൻ അതിൽ നിന്ന് ഒളിക്കുവാൻ ശ്രമിച്ചാൽ അത് താഴ്മയല്ല. നാം ഇന്നലെ ഉദാഹരണമായി ശൗലിനെ കുറിച്ച് കണ്ടു. ശൗലിനെ അഭിഷേകം ചെയ്തു. എന്നാൽ ജനത്തിന്റെ മുൻപാകെ ശൗലിനെ രാജാവായി തിരഞ്ഞെടുത്ത് ആളെ നോക്കുന്ന സമയത്ത് ശൗലിനെ കുറിച്ച് നാം വായിക്കുന്നത്, ശമൂവേലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 22-ാം വാക്യത്തിലാണ്. അവിടെ ശൗൽ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ശൗലിനറിയാം താൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്ന് അറിയാം. പക്ഷേ രാജാവായിരിക്കുന്നവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ ശൗലിനെ തപ്പി നടന്നിട്ട് യഹോവയുടെ അരുളപ്പാടുണ്ടായിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഇവൻ ഒളിച്ചിരിക്കുകയും. ഇതൊരു താഴ്മയല്ല. ഞാൻ ആരെന്ന് എനിക്കറിയാം, ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തെന്നറിയാം, ഞാൻ എന്ത് പറയണം, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തി നൽകിയിരിക്കുമ്പോൾ ഇത് ചെയ്യാതെ ഒളിച്ചു നിൽക്കുന്നത്, നമ്മുടെ സനസഭയിലാകട്ടെ എവിടെയും ആയിക്കൊള്ളട്ടെ, നാം മാറി നിൽക്കുന്നത് താഴ്മയല്ല. മറിച്ച് എനിക്കെല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്നതും താഴ്മയല്ല. അത് ഭാവിക്കേണ്ടതിന് മീതെയും പാടില്ല, കീഴെയും പാടില്ല. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ നിവർത്തീകരിക്കണം. ദൈവഹിതം മനസ്സിലാക്കി പെരുമാറണം. അത് നാം ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചതാണ്. നാം 4-ാമത്തെ ലക്ഷണത്തിലേക്ക് കടന്നു വരിക. ആത്മീക പക്വതയുള്ളവന്റെ 4-ാമത്തെ ലക്ഷണം. 4-ാമത്തെ ലക്ഷണം അത് നാം നോക്കുന്നതിനായി ഒരു വാക്യം നമുക്ക് വായിക്കാം. ഐസയ ചാപ്റ്റർ 6 വേഴ്സ് 5. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു.
യെശയ്യാവിന്റെ വാക്കുകളാണ് നാം ഇവിടെ വായിക്കുന്നത്. വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗം. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. താഴോട്ടുള്ള വാക്യങ്ങളിൽ കർത്താവിന് സ്വർഗത്തിലുള്ള അല്ലെങ്കിൽ കർത്താവിനെ സാറാഫുകൾ ആരാധിക്കുന്ന ചിത്രമാണ് നാം വായിക്കുന്നത്. 6 ചിറകുള്ള സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ഘോഷിച്ച് ആരാധിക്കുന്ന ആ ഒരു ചിത്രം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ക്രിസ്തുവേശുവിന്റെ മഹത്വം ദർശിക്കുകയാണ്. ഈ മഹത്വം ദർശിച്ചതിന് ശേഷം നാം തൊട്ട് പിന്നാലെ 5-ാമത്തെ വാക്യത്തിൽ ഈ യെശയ്യാവ് പറയുന്ന വാചകം ഇങ്ങനെയാണ്: എനിക്ക് അയ്യോ കഷ്ടം. ഇതേ പുസ്തകത്തിന്റെ യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് ജനത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. 5-ാം അധ്യായം 18, 20, 21, 22. ഐസയ ചാപ്റ്റർ 5 വേഴ്സസ് 18, 20, 21, 22. ഈ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. ഈ വാക്യങ്ങളിലൊക്കെ ആവർത്തിച്ച് യെശയ്യാവ് ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ജനമേ, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം. നിങ്ങളുടെ പാപം ശരിയാണ്. ദൈവജനം ദൈവത്തെ വിട്ടെറിഞ്ഞ് ജീവിക്കുക. അപ്പോൾ പാപത്തിൽ ജീവിക്കുന്ന ദൈവജനത്തെ നോക്കി നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം എന്ന് ഇവിടെ യെശയ്യാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ യെശയ്യാവ് ഇത്രയും നേരം നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾക്ക് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യെശയ്യാവ് ഇപ്പോൾ പറയുക: എനിക്ക് അയ്യോ കഷ്ടം. അത് പറഞ്ഞു വരുന്ന ഈ ആശയം 5-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ഒരു ആത്മീകന്റെ ലക്ഷണം എന്ന് പറയുന്നത്, ഒരുവൻ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുന്നവരാണ്. നാം അത് കണ്ടു. അങ്ങനെ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യബോധത്തിൽ ജീവിക്കുമ്പോൾ സ്വന്തം കുറവുകളെ കാണുവാൻ കഴിയുന്നവനായിരിക്കും ഒരു ആത്മീക പക്വതയുള്ളവൻ. He will be able to identify his own weakness. അവന്റെ തന്നെ ബലഹീനത മനസ്സിലാക്കുവാൻ കഴിയുന്നവനായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക അതെല്ലാവരെ കൊണ്ടും കഴിയും. ഇനി മറ്റുള്ളവരുടെ കുറ്റം അല്ല, സ്വന്തം കുറവുകളെ തിരിച്ചറിയുവാൻ നിശ്ചയമായും കഴിയും. എന്റെ ആത്മീക ജീവിതത്തിന്റെ ബലഹീനതകളെ കാണുവാൻ, എന്റെ ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കുവാൻ നിശ്ചയമായും കഴിയും. ഇവിടെ യെശയ്യാവ് ദൈവത്തിന്റെ കർത്താവിന്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ബോധ്യത്തിലേക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ ഒരു നമ്പർ ബേസ് ആയിട്ട് തന്നെ പോകുക. ഈ 3-ാമത്തെ ലക്ഷണം ഉള്ളവർക്ക് മാത്രമേ ഈ 4-ാമത്തെ ലക്ഷണം കാണത്തുള്ളൂ. എന്താ 3-ാമത്തെ ലക്ഷണം? ദൈവത്തിൽ പൂർണ്ണ ശരണപ്പെട്ട് ദൈവത്തിൽ 1-ാം സ്ഥാനം നൽകി ജീവിക്കുന്ന ഒരുവന് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? സ്വന്തം കുറവുകളെ കാണുവാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മുടെ സ്ഥലസഭയിലുള്ളവരെ നോക്കിയിട്ട് ഞാൻ അവരെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല എന്നൊക്കെ ചിന്തിക്കുന്നു. അതൊക്കെ അങ്ങനെയുള്ള പെറുപെറുപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത് നാം കാണേണ്ടവനെ കാണാത്തത് കൊണ്ടാണ്. നാം ആരെയാ നോക്കേണ്ടത്? സഭയിലുള്ള മൂപ്പനെയോ സുവിശേഷകന്മാരെ ഇവരെ ഒന്നും അല്ല നോക്കി മാതൃക പഠിക്കേണ്ടത്, നമ്മുടെ കർത്താവിനെ. അപ്പോൾ കർത്താവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ക്രിസ്തുയേശുവിനെ നോക്കുമ്പോൾ, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ, ആ വചനമാകുന്ന കണ്ണാടിയിൽ നാം നോക്കുമ്പോൾ നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് 4-ാമത്തെ ലക്ഷണം. ഞാൻ അതിനോട് ചേർത്ത് ഇങ്ങനെ കൂടെ പറയട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് തൃപ്തിയില്ല, നമ്മൾക്ക് തൃപ്തിയില്ലാതെ വരികയാണെന്ന് വെച്ചോ. എനിക്ക് എന്റെ ജീവിതത്തെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒട്ടും തൃപ്തിയില്ല, പോരാ, ഇതൊന്നും പോരാ, ഞാൻ ആയിട്ടില്ല എന്നൊരു തൃപ്തിക്കുറവ് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമാണ്. അത് ചിന്തിക്കേണ്ട, അത് പോരാ എന്ന് ചിന്തിക്കേണ്ട, നല്ല ലക്ഷണമാണ്. എന്റെ ആത്മീക ജീവിതത്തേക്ക് എനിക്ക് പോരാ, ഇനിയും വളരണം, അല്ലെങ്കിൽ ഇത്രയൊന്നും ആയാൽ പോരാ എന്നൊരു തൃപ്തിക്കുറവ് നമുക്കുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ആത്മീക വളർച്ചയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ബോധ്യങ്ങളും ഇങ്ങനെയുള്ള ചിന്തകളും ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിന്തിക്കുക, ഞാൻ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല. പൗലോസ് പറയുന്നതുണ്ട്, നാം ഇന്നലെ ആ വാക്യം ചിന്തിച്ചതാ, 3-ാം അധ്യായം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇന്നലെ നാം ചിന്തിച്ച, എനിക്കറിയണം. പൗലോസ് 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എനിക്കറിയണം, എനിക്ക് അവനെ അറിയണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:10 അവിടെ പറയുന്നത്, ഐ വാണ്ട് ടു നോ ഹിം, എനിക്ക് അറിയണം. പൗലോസിന്റെ ഒരു വാഞ്ചയാ. എന്ന് വെച്ചാൽ പൗലോസ് തന്റെ ആത്മീക ജീവിതത്തിൽ തൃപ്തനല്ലായിരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുക. ഞാൻ പോരാ, എനിക്കിനിയും അറിയണം. എന്നാൽ പൗലോസ് ഇതേ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11ഉം 12ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, എന്റെ ഭൗതിക ജീവിതത്തിന്റെ കാര്യങ്ങളോട് ബന്ധത്തിൽ ഞാൻ തൃപ്തനാണ്.
സമൃദ്ധിയിലിരിക്കാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയാ. 4-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ 12-ാമത്തെ വാക്യത്തിൽ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്. ഏത് ജീവിതമാ? എന്റെ ഭൗതിക തലത്തിലുള്ള ബന്ധത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ തൃപ്തനാ. എന്നാൽ ആത്മീയ ജീവിതത്തിലോ പറയുന്നത് ഞാൻ തൃപ്തനല്ല, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. എനിക്ക് ഇനിയും അറിയണം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ പാടാ. നേരെ തലതിരിച്ചാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഭൗതിക തലത്തിൽ ഭൗതികപരമായ കാര്യങ്ങളോട് ബന്ധത്തിൽ തൃപ്തനല്ല, എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ ഞായറാഴ്ച യോഗം കൂടി അല്ലെങ്കിൽ ഒരു ബൈബിൾ ക്ലാസ് കൂടി മതി, തൃപ്തിയായി, ഈ ആഴ്ചത്തേനുള്ളതായി. ഇങ്ങനെ ഒരു തൃപ്തിയുടെ അനുഭവം ഉണ്ടാകുന്നെങ്കിൽ അത് പ്രശ്നമാണ്. എന്നാൽ ആത്മീയ ജീവിതത്തോളം അത് തൃപ്തിക്കുറവ്. വചനം വായിക്കും തോറും, പഠിക്കും തോറും, പ്രാർത്ഥിക്കും തോറും, ദൈവസന്നിധി സമയം ചെലവഴിക്കുന്നവർ പോരാ, എനിക്ക് ഇനിയും വേണം എന്നൊരു തൃപ്തി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഒരു ഭാഗമായി നമുക്കത് കണക്ക് കൂട്ടാവുന്നതാണ്. നമുക്ക് ചിന്തിച്ചു വരുന്നത്, ഈ യെശയ്യാവിന്റെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത്, ആത്മീക ലക്ഷണമുള്ളവൻ തന്റെ കുറവുകളെ കാണുവാൻ കഴിയും. അതിന്റെ കാരണം അവൻ ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ നമുക്ക് മറ്റൊരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഐസയ ചാപ്റ്റർ 33 വേഴ്സ് 15. യെശയ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അതിന്റെ 14-ാമത്തെ വാക്യം കൂടെ നാം ചിന്തിക്കേണ്ടതാണ്. 14-15 വാക്യം, 14 and 15. സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നമ്മിലാർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിലാർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. ഈ 14-ാം വാക്യം അവസാനിക്കുന്ന 2 ചോദ്യം ചോദിച്ചുകൊണ്ട്, നമ്മിലാര് ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? Who can live with the burning fire? അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീയുടെ അടുക്കൽ, ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ ആര് പാർക്കും? പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെ നാം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവമോ ദഹിപ്പിക്കുന്ന അഗ്നി എത്ര എന്ന് വായിക്കും. ഇവിടെയും അത് വായിക്കുക. ദൈവം പറയുക, ആര് ഈ ദൈവത്തോടു കൂടെ വസിക്കും എന്ന് വെച്ചാൽ ആര് ഈ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? ഇത് നാം 15-ാമത്തെ വാക്യം നാം ചിന്തിക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ഈ ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ട് മുന്നോട്ട് വരാം. ദൈവം പറയുക, ആര് എന്നോട് കൂടെ വസിക്കും? അവിടെ പറയുക, നിത്യദഹനങ്ങൾ, എപ്പോഴും എന്റെ അടുക്കൽ ആര് പാർക്കും? നിത്യദഹനങ്ങളോട് കൂടെ ആര് പാർക്കും? നമുക്ക് എല്ലാവർക്കും ഏകദേശം ഈ നാളുകളിൽ എല്ലാവർക്കും ക്യാൻസർ രോഗത്തെ കുറിച്ച് നല്ല ബോധമുണ്ട്. കാരണം ഈ നാളുകളിൽ അനേക ഇടങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർക്ക് നാം പ്രാർത്ഥിക്കുന്നതാണ്. ആ ക്യാൻസർ രോഗത്തിന്റെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് കീമോതെറാപ്പി. ഞാനൊരു ആരോഗ്യരംഗത്തുള്ള ആളല്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. എങ്കിലും മനസ്സിലാക്കുന്നിടത്തോളം കീമോതെറാപ്പി എന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ചു കളയുന്ന ഒരു തരം പ്രത്യേക ചികിത്സാ രീതിയാണ്. അപ്പോൾ ഈ കീമോതെറാപ്പിയിലൂടെ ഒരു മനുഷ്യൻ, ഒരു രോഗി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പല പ്രശ്നങ്ങളാ, സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ആരോഗ്യത്തിന്റെ വലിയ ബലഹീനതകൾ അതൊക്കെ സഹിക്കും. നമുക്ക് അതൊക്കെ കണ്ടും അറിഞ്ഞുമൊക്കെ ഉള്ളവരുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ക്യാൻസർ രോഗി പറഞ്ഞിട്ടുണ്ടോ, എന്റെ മുടി പോകുന്നത് കൊണ്ട്, എന്റെ കുറെ പണം എനിക്ക് ചെലവാകുന്നത് കൊണ്ട്, എനിക്ക് കുറെ സമയം ഇതിന് ചെലവഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ചികിത്സ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരും പറയത്തില്ല. എല്ലാവരും പറയുന്നത്, രോഗികളായിരിക്കുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന നമുക്കറിയാം, ഒരു ക്യാൻസർ രോഗി ഒരിക്കലും പറയില്ല എന്റെ മുടി നഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ കീമോതെറാപ്പി വേണ്ടെന്ന്. കാരണം എന്താ? അത്രമാത്രം ഈ ക്യാൻസർ എന്ന രോഗത്തെ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ രോഗി വെറുക്കുകയാണ്. ക്യാൻസറിനെ വെറുക്കുന്നവർക്ക് എന്തുണ്ടാവും? ഈ കീമോതെറാപ്പി സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാനത് ഇതിനോടുള്ള ബന്ധത്തിനൊന്ന് ചേർത്ത് പറയട്ടെ. ഇവിടെ കർത്താവ് ദൈവം ചോദിക്കുക, ആര് എന്നോട് കൂടെ പാർക്കും? പാപത്തെ ക്യാൻസർ രോഗത്തെ പോലെ കണ്ട് പാപത്തെ വെറുക്കുവാൻ മനസ്സുള്ളവർക്ക് ഇതുണ്ടാവും. പാപത്തെ വെറുക്കുവാൻ മനസ്സുള്ളവർക്ക് നിശ്ചയമായിട്ടും ഈ നിത്യദഹനത്തോടുകൂടെ പാർക്കുവാൻ, അർത്ഥാൽ ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടെ പാർക്കുവാൻ സാധിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളാണ് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5 കാര്യങ്ങളുണ്ട്. എല്ലാം വിശദീകരിക്കുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ അത് പറഞ്ഞു പോവുകയാണ്. ഓരോന്നായിട്ട്
ചിലതൊന്ന് വിശദീകരിക്കാം, എന്നാലൊന്ന് പറഞ്ഞു പോകുക. ഒന്ന്, നീതിയായിട്ട് നടക്കും. ഈ ദൈവത്തിന്റെ സാന്നിധ്യ ബോധത്തോടു കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി നാം നീതിയോടുകൂടെ അശുദ്ധിയെ മനസ്സിലാക്കി അയോഗ്യമായുള്ള നടപ്പ് മാറ്റി നീതിയായി നടക്കും. അർത്ഥമുള്ളൂ, വിശുദ്ധ ജീവിതത്തിനായിട്ട് ജീവിക്കുവാൻ സന്നദ്ധത പുലർത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അശുദ്ധിയെ വെറുത്ത് വിശുദ്ധിയിൽ ജീവിക്കും. രണ്ട്, നേര് പറയും. നേര് പറയും. അത് ഇംഗ്ലീഷിൽ പറയുന്നത് സ്പീക്സ് അപ്റൈറ്റ്ലി. സത്യസന്ധമായിട്ട് പറയും. കാപട്യമില്ല, അല്ലെങ്കിൽ കപടമായിട്ടൊന്നും പറയില്ല. സത്യം, നേര് പറയുന്നവർ ആയിരിക്കും. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും വാക്കിന്റെ പ്രാധാന്യതയാണ് ഇവിടെ പറയുന്നത്. ദൈവ സാന്നിധ്യ ബോധത്തോട് കൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ നേര് പറയുവാൻ കഴിയുകയുള്ളൂ. ചില ആളുകളുണ്ട്, എന്തിനും ഏതിനും നുണയാ പറയുന്നത്. എന്തിനും ഏതിനും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുകയില്ല. എന്ത് പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ അതിൽ കളവ് കാണും, അല്ലെങ്കിൽ പകുതി സത്യം പകുതി നുണ. അപ്പൊ നേര് പറയുവാൻ മടിയുള്ളവരുണ്ട്. എന്നാൽ നാം പറയുന്ന ഓരോ വാക്കിനും, ദൈവമക്കൾ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. നമുക്കറിയാം, ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഭക്തന്മാർ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടപ്പോൾ ദൈവം നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ വാക്ക് വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്പം ഒന്ന് വിശദീകരിച്ച് മുന്നോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. നേര് പറയുന്നവർ ആയിരിക്കണം. നമ്മുടെ വാക്കുകൾ എപ്പോഴും ക്രമപ്പെടുത്തണം. ഈ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം? അതിന്റെ 3 പ്രത്യേകതകൾ, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 15. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നമ്മുടെ വാക്കുകൾ അത് എങ്ങനെയായിരിക്കണം? 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. അപ്പം സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. അപ്പം ഇത് നമ്മുടെ ക്രിസ്തു എന്ന തലയോളം വളരുന്നതിന് സഹായകരമായിരിക്കുന്നത് എന്താണ്? സ്നേഹത്തിൽ സത്യം സംസാരിക്കും. ഈ സംസാരം എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളതാണ്. എങ്ങനെയാ സംസാരിക്കേണ്ടത്? സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സ്നേഹം ഇല്ലാതെ സത്യം സംസാരിച്ചാലും പോരാ, സത്യമില്ലാതെ സ്നേഹം സംസാരിച്ചാലും പോരാ. ഇത് രണ്ടും വേണം. ഇത് രണ്ടും കൂടെ ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ പ്രശ്നമായി. അതാണ് നമ്മുടെ ഇടയിലെ മിക്ക പ്രശ്നങ്ങളും. ചിലരൊക്കെ സത്യം വിളിച്ചു പറയും, പക്ഷെ അതിനകത്ത് ഒരു സ്നേഹവും കാണുകയില്ല. വളരെ കോപത്തോടു കൂടെയൊക്കെ സത്യം വിളിച്ചു പറയും, എന്നാൽ അതിൽ സ്നേഹമില്ലാതെ പോകുമ്പോൾ പ്രശ്നമായി. ഇത് രണ്ടും കുഴപ്പമാണ്. ഒരു ഇങ്ങനെ പറയുന്ന ഒരു സെയിങ് ഇങ്ങനെയാണ്: ട്രൂത്ത് വിത്തൗട്ട് ലവ് ഈസ് ക്രൂവൽറ്റി ആൻഡ് ലവ് വിത്തൗട്ട് ട്രൂത്ത് ഈസ് ഹിപ്പോക്രസി. സത്യമില്ലാത്ത സ്നേഹം, അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത സത്യം, സ്നേഹമില്ലാത്ത സത്യം അത് ക്രൂരമാണ്. സത്യമില്ലാത്ത സ്നേഹം അത് കാപട്യമാണ്. നമ്മുടെ ഇടയിൽ നമുക്കറിയാം, ഒരു തെറ്റ് കണ്ട് അത് തിരുത്തുകയാണ്. നല്ലതാണ്, തിരുത്തണം. എന്നാൽ സ്നേഹത്തിലല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും. അത് തിരുത്തിന് വരും, അതൊരു വഴക്കിലേക്ക് അത് കലാശിക്കും. നേരെ തിരിച്ച്, എനിക്ക് ഒരാളോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാൻ സത്യം പറയുന്നില്ല എന്ന് വെച്ചാൽ ഇന്നയാൾക്ക് ഇന്ന കുറവുണ്ട്, തെറ്റുണ്ട്, ഇത് കണ്ടിട്ടും മറച്ചു വെച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്നേഹമല്ല, അത് കാപട്യം ആണെന്നാണ് അത് ആ വാക്യങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സത്യം പറയണം, അത് സ്നേഹത്തോടു കൂടെ പറയണം. യാഥാർത്ഥ്യം പറയണം, മറ്റുള്ളവരെ തിരുത്തണം. അത് വേണം, നിശ്ചയമായിട്ടും വേണം. അത് സത്യത്തോടുകൂടെ സ്നേഹത്തിൽ അത് ചെയ്യണം. രണ്ടാമതായിട്ട് എഫേസ്യ ലേഖനത്തിൽ തന്നെ 2-ാമത്തെ പ്രത്യേകത എങ്ങനെ സംസാരിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. എഫേസ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 25. 4-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. അവിടെ നിന്ന് വായിക്കുന്നത്: ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിക്കും. അപ്പൊ രണ്ടാമത് വാക്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. 2, ഭോഷ്ക് പറയരുത് എന്ന് വെച്ചാൽ നുണ പറയരുത്, കള്ളം പറയരുത് എന്നതാണ് ഇവിടെ പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വസ്തത വാക്കുകളിൽ പുലർത്തണം. വെറുതെ നുണ പറയരുത്. വെറുതെ എന്നല്ല, ഒന്നിനും നുണ പറയരുത്. നമ്മൾ പറയുന്ന ഓരോ വാക്കും വിശ്വസ്തത പുലർത്തണം. അവിശ്വസ്തയോടുകൂടെ പറയരുത്. അത് ഉപേക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു സംഭവകഥയുണ്ട്. അത് എനിക്ക് വളരെ രസകരമായി തോന്നി. പണ്ടൊരിക്കലും ഒരു ആണ്ടർതി യോഗത്തിന്, എന്ന് വെച്ചാൽ ആ വർഷത്തിന്റെ ആദ്യ ദിവസം സാക്ഷ്യങ്ങൾ പറയുന്നതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സാക്ഷ്യം പറയുക, ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുകയാണ്. അദ്ദേഹം
പറഞ്ഞു, ഞാൻ ഈ വർഷം ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ പോവുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ വചനം എന്നും വായിക്കും, പ്രാർത്ഥിക്കും, കൂട്ടായ്മ ആചരിക്കും, എന്നും യോഗത്തിൽ വരും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം താൻ ചെയ്യാൻ പോകുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് വിവരിച്ചു പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, ഈ പറഞ്ഞതല്ലാതെ ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ അവിടെ ഗൾഫിൽ നിന്ന് വന്ന ഒരു സഹോദരനുണ്ട്, ആണ്ടിൽ ഒരിക്കൽ വരുന്നതാണ്. അപ്പൊ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഈ സാക്ഷ്യം കേട്ടു വളരെ സന്തോഷമായി. അദ്ദേഹം ഗൾഫിലേക്ക് മടങ്ങിപ്പോയി. 1 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നു. അപ്പോൾ ഈ ബ്രദറിനെ വീണ്ടും കണ്ടു, ഈ സാക്ഷ്യം പറഞ്ഞ ആളെ കണ്ടു. അപ്പൊ ഈ ബ്രദറിനോട് ഇദ്ദേഹം ചോദിച്ചു, സഹോദരൻ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ലല്ലോ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു മാറ്റമില്ല, പഴയ പോലെ തന്നെ സ്ഥിതി തന്നെ ഇരിക്കുക. അപ്പോൾ ഈ ബ്രദർ ചോദിച്ചു, ബ്രദർ ഈ അന്ന് സാക്ഷ്യം പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, അതുപോലൊന്നും ഇതുവരെ ചെയ്തില്ലല്ലോ. അപ്പൊ ഈ സഹോദരൻ മറുപടിയായിട്ട് പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം ഓർക്കുന്നില്ലേ, ഈ പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്യത്തില്ല. എന്ന് വെച്ചാല് പറഞ്ഞു, കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു, ഈ പറഞ്ഞതല്ലാതെ പറഞ്ഞു തീർന്നു, അവിടെ കൊണ്ട് തീർന്നു, ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. നാം പറയുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. അത് ദൈവം നമ്മെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ. അപ്പോൾ ബോഷ്ക് പറയരുത്. 1, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. 2, ബോഷ്ക് പറയരുത്, വാക്കിനോട് അവിശ്വസ്തതയും നുണയും പുലർത്തരുത്. 3-ാമതായിട്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. എഫേഷ്യൻ ചാപ്റ്റർ 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകളായിരിക്കണം നാം പറയേണ്ടത്. അതെന്തുളവാക്കും? ആത്മീക വർധനവ് ഉളവാക്കും എന്നിവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് നാം മനസ്സിലാവും. അതിന്റെ തൊട്ടടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എല്ലാ കയ്പും കോപവും, കുറെ കാര്യം, ക്രോധവും കുറ്റാരവും ദൂഷണവും ഇതൊക്കെ വിട്ടൊഴിഞ്ഞിരിക്കട്ടെ. ഈ കൃപയില്ലാതെ വാക്കുകൾ സംസാരിച്ചാൽ എന്തുണ്ടാവും? അതവിടെ പറഞ്ഞ് കയ്പുളവാകും, ക്രോധമുളവാകും, വഴക്കുകൾ ഉണ്ടാകും. അപ്പോൾ കൃപയോടുകൂടെ എനിക്കിത് വിവരിക്കണമെന്നുണ്ടെന്നാൽ ഞാൻ ഇവിടെ കൊണ്ട് അങ്ങ് അവസാനിക്കുക ഈ ഭാഗം. അപ്പോൾ നാം സംസാരിക്കേണ്ടത് കൃപയോടുകൂടെ വേണം. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ, ഒരു ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ, ആ ദൈവദാസൻ ഞങ്ങൾ സംസാരിക്കുന്ന മധ്യത്തിൽ പറഞ്ഞൊരു വാചകം എന്നെ ഒരുപാട് സ്പർശിച്ചു. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, ബ്രദറെ, നമ്മൾ സംസാരിക്കുമ്പോൾ, ഈ പ്രസംഗിക്കുന്നതല്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതല്ല, പറയുന്നത് മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ കൃപയോടെ സംസാരിക്കുക. എന്ന് വെച്ചാൽ ധാരാളം പ്രത്യാശയുടെ വാക്കുകൾ, ധാരാളം ആശ്വാസത്തിന്റെ വാക്കുകൾ നാമുമായിട്ട് സംസാരിക്കുമ്പോൾ കഴിയുന്നിടത്തോളം കൃപ അവർക്ക് പകർന്നു കൊടുക്കണം. എന്ന് വെച്ചാൽ അവർ കേൾക്കുന്നവർക്ക് ആശ്വാസമാകണം. അത് നമുക്കും ഉണ്ടാവട്ടെ. എന്ന് വെച്ചാൽ നാം സംസാരിക്കുമ്പോൾ പ്രകോപിപ്പിക്കുന്ന നിലയിൽ, മറ്റൊരാളെ വീഴിക്കുന്ന, അല്ലെങ്കിൽ ഒരു മനസ്സിനെ ഇടിച്ചു കളയുന്ന നിലയിൽ, ഒരു ഫോൺ കോൾ ആകട്ടെ, ഒരു സംസാരമാകട്ടെ, നാം ഒന്നും സന്ദർശിക്കുന്ന സമയത്താണ്, എപ്പോഴും സംസാരിച്ചാലും ഒരു പ്രശ്നത്തോടുകൂടെ ഒരാൾ കടന്നു വരുമ്പോഴും കൃപയോടുകൂടെ സംസാരിക്കുക, അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുന്ന നിലയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അപ്പോൾ ഇവിടെ പൗലോസും പറയുന്നത് കൃപയോടുകൂടെ അത് ആത്മീക വർധനം ഉളവാക്കും. അപ്പോൾ ആ നിലയിൽ സംസാരിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. മടങ്ങി വരാം. 2-ാമത്തെ കാര്യമാണ്, ദൈവ സാന്നിധ്യത്തോടുകൂടെ വസിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്. നമ്മുടെ കുറവുകൾ പരിഹരിച്ചു പോകുക. 1, അശുദ്ധിയെ വിട്ട് വിശുദ്ധിയോടുകൂടെ ജീവിക്കും. 2, ബോഷ്ക് വിട്ട് കളഞ്ഞ് നേര് പറയും, സത്യസന്ധര ആ വാക്കുകളിൽ പുലർത്തും. 3-ാമതായിട്ട് പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞ് കളയുകയും. ഇത് രണ്ടും പറയുന്നത് ഏത് വിഷയത്തോടാണെന്ന് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലായി കാണും. കൈക്കൂലി വാങ്ങാതെ എന്ന് വെച്ചാൽ സാമ്പത്തിക വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം കാണിക്കേണ്ട നമ്മുടെ മനോഭാവമാണ് വിശ്വസ്തത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം മുമ്പ് ചിന്തിച്ചതാ, ദൈവമേ അങ്ങേ കൂടാതെ ഒരു നന്മയും എനിക്ക് വേണ്ട എന്ന് വെച്ച് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ദൈവം നൽകുന്ന സമ്പാദ്യം മതി, ദൈവം എനിക്ക് നൽകുന്ന നിലയിലുള്ളത് മതി. കൈക്കൂലി വാങ്ങി ദോഷമായ നിലയിൽ കബളിപ്പിച്ച് എനിക്ക് നേടണ്ട എന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവും. എപ്പോഴുണ്ടാവും? ദൈവ സാന്നിധ്യ ബോധത്തോടു കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകും. 4-ാമതായിട്ട് അവിടെ പറയുന്നത് കേൾക്കാൻ പാടില്ലാത്തത് നാം കേൾക്കാൻ പാടില്ല എന്നുള്ളത്. ആ വാക്യം തന്നെ നാം അടുത്തതായിട്ട് വായിക്കുന്നത്. 1, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയും. അടുത്തതായിട്ട് നാം വായിക്കുന്നത്, ആ ഭാഗത്ത് വായിക്കുന്നത്, രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയും. ഇത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിങ്ങനെ എന്ന് പറയുകയാണ്. ഗോസിപ്പുകൾ ഉണ്ടല്ലോ,
ആവശ്യമില്ലാതെ ഒത്തിരി ഗോസിപ്പുകള് സഹോദരന്മാരെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും ദൈവദാസന്മാരെ കുറിച്ചും സഭകളെ കുറിച്ചും ആളുകളെ കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് ഗോസിപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് എന്റർടൈൻ ചെയ്യാതിരിക്കും, ഇത് കേൾക്കാതെ ഞാൻ എന്റെ ചെവി പൊത്തിക്കളയും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ ബോധത്തോടു കൂടെ ജീവിക്കും. ഒടുവിലായിട്ട് അവർ പറയുന്നത്, ദോഷം കാണാതെ വണ്ണം എന്റെ കണ്ണ് ഞാൻ അടച്ചുകളെ. അപ്പൊ നമ്മുടെ എല്ലാ തലത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചുകളെ. നമ്മുടെ ചെവി അടച്ചുകളയും, ഗോസിപ്പിന് നാം അവസരം കൊടുക്കാതെ അടച്ചുകളയും, ദോഷം കാണാതെ കണ്ണടച്ചുകളയും, നാവിനെ നാം സൂക്ഷിക്കും, നേര് പറയും, നടപ്പ് സൂക്ഷിക്കും, അതാ നീതിയായി നടക്കും, കൈയോടുള്ള ബന്ധം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടാ പറയുന്നത്. എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ നിത്യദഹനങ്ങളോടുകൂടെ പാർക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഭാഗം ഒന്ന് അവസാനിപ്പിക്കും. നമ്മുടെ നടപ്പ് ശരിയാകും, നമ്മുടെ സംസാരം ശരിയാകും, നമ്മുടെ കൈ ശരിയാകും, നമ്മുടെ ചെവി ശരിയാകും, പിന്നെ അവസാനം പറയും നമ്മുടെ കണ്ണ് ശരിയാകും. ഇതിനൊക്കെ കുറവുകളുണ്ട്, നാം അത് കാണണം. അതെപ്പോഴാ കാണുന്നത്? നിശ്ചയമായിട്ടും നാം ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടെ ജീവിക്കുമ്പോൾ. അപ്പോൾ നാലാമത്തെ ഒരു ആത്മീക വളർച്ചയുള്ളവന്റെ ലക്ഷണം എന്ന് പറയുന്നത് സ്വന്തം കുറവുകളെ കാണുവാൻ കഴിയുന്നവരാകും. മറ്റുള്ളവന്റെ കണ്ണിലെ കരട് നോക്കിയിരിക്കുവാനല്ല, നമ്മുടെ കണ്ണിലെ കരടും കോലും ഒക്കെ കാണുവാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കും. ഇത് നാലാമത്തെ ആത്മീക പക്വതയുള്ളവന്റെ ലക്ഷണമാണ്. എന്റെ മുൻപിലുള്ള സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് 3 കാര്യങ്ങളൂടെ പറഞ്ഞ് തീർക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വേഗതയിൽ പോകും. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5-ാമത്തെ ലക്ഷണം, ഒരു വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം തന്നെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 4:13. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവേശുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. ഈ 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ആത്മീക വരങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്നുള്ളതാണ്. എന്നിട്ട് പറയുക, ഇതെന്തിനു വേണ്ടിയാ ഈ കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കായിട്ട് നൽകിയിരിക്കുന്നു. നാം ആത്മീക പക്വതയിലേക്ക് വളരേണ്ടതിന്, സഭയാകുന്ന നാം വളരേണ്ടതിന് വേണ്ടി ഇത് നൽകിയിരിക്കുന്നു. എന്ത് നൽകിയിരിക്കുന്നു? ആത്മീക വരങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ 5-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആത്മീക വരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവനായിരിക്കും ഒരു ആത്മീക മനുഷ്യൻ. A spiritual matured person will be exercising his spiritual gifts. അവന്റെ കൃപാവരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവനായിരിക്കും. ഇതൊരു വലിയ ബൃഹത്തായ വിഷയമാണ്. തൊട്ട് വെച്ചിട്ട് എനിക്ക് പോകാനും പറ്റില്ല. കാരണം ഇതിനെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ കൃപാവരങ്ങൾ എന്നുള്ളത് എല്ലാ വിശ്വാസികൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. ഇന്ന് ഏകദേശം 85ഓളം പ്രിയപ്പെട്ട 86ഓളം പ്രിയപ്പെട്ടവർ ഇന്ന് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. 86-ൽ 1-2 പേർ, 1-ലധികം ആളുകളൊക്കെ ആണല്ലോ ഇരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവജനത്തിനും ഓരോരുത്തർക്കും ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്നുണ്ട്, കൃപാവരം നൽകിയിട്ടുണ്ട്. അപ്പോൾ എനിക്കുമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കൃപാവരങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ശരിയാവണ്ണം മനസ്സിലാക്കണം. ഒരു ആത്മീക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും എന്റെ കൃപാവരം എന്തെന്നും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുവനായിരിക്കും. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്ത, പഠിക്കാത്ത, മനസ്സിലാകാത്ത ആരെങ്കിലും, ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും പഠിക്കേണ്ട ഒരു വിഷയമാണ് ആത്മീക വരങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്നത്. എന്തെന്ന് പഠിക്കുക മാത്രമല്ല, അത് മനസ്സിലാക്കണം. എന്റെ കൃപാവരം എന്തെന്ന് മനസ്സിലാക്കണം. അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം. അതിനെക്കുറിച്ച് ഒരു അല്പം പറയാതെ വയ്യല്ലോ. ഞാൻ എടുക്കുന്ന ഈ ഭാഗത്തോട് നീതി പുലർത്തേണ്ടത് കൊണ്ട് ഞാൻ ഇതൊന്ന് വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കൃപാവരം? ഇവിടെ പറയുക, കൃപാവരം ആത്മീക വർധനവിനായി പക്വതയ്ക്കായി നമുക്ക് നൽകിയിരിക്കുക. എന്താ കൃപാവരം? ഒരു ലളിതമായ ഒരു ഡെഫിനിഷൻ ഇങ്ങനെ പറയുകയാണ്: സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ ഓരോ വിശ്വാസികൾക്കും നൽകിയിരിക്കുന്ന കഴിവാണ് അത്. ഒരിക്കൽ കൂടെ പറയാം, സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ ഓരോ വിശ്വാസിക്കും നൽകിയിരിക്കുന്ന കഴിവാണ്
കൃപാവരം. ഇറ്റ് ഈസ് ആൻ എബിലിറ്റി given by the Holy Spirit for the edification of the church. ഓരോ വിശ്വാസികൾക്കും നൽകിയിരിക്കുക, എല്ലാവർക്കും അത് നൽകിയിട്ടുണ്ട്. 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും ലഭിച്ച കൃപാവരം, അല്ലെങ്കിൽ അവിടെയാണ് അങ്ങനെയാണ് പറഞ്ഞത്, ഓരോരുത്തരും എന്നുള്ള വാക്യം ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12-ന്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് നിശ്ചയമായിട്ടും എന്തുണ്ട്? കൃപാവരമുണ്ട്. ഒരു വിശ്വാസിക്കും പറയാൻ കഴിയില്ല, സഹോദരൻ എനിക്ക് കൃപാവരമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ളതൊന്നുമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഉണ്ട്. അവിടെ ഇങ്ങനെ പറയും, ഓരോരുത്തര് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അപ്പോൾ ആത്മാവിനാൽ ഓരോരുത്തരും, ഈച്ച് വൺ എന്നാ പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ആർക്കും ഇതിന് ഒഴിവ് കഴിവുകൾ പറയുവാൻ കഴിയുകയില്ല. തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മുടെ ശരീരത്തെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവം ആവശ്യമില്ലാത്തതുണ്ടോ? എന്നാ ഇത് വേണ്ട, അല്ലെങ്കിൽ ഇടത് കയ്യിൽ ഇത്രയും 5 വിരലിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിരല് നീക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ശരിയാവണ്ണം കാര്യങ്ങൾ ക്രമീകരിച്ചു പോകുന്നതിന് ദൈവം ഈ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞു നൽകിയിരിക്കുക. അപ്പോൾ അതുപോലെയാണ് സഭ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാണ്. നാം ഓരോരുത്തരും സഭയുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. നമ്മെക്കുറിച്ച് എല്ലാം ഓരോ പദ്ധതികളുണ്ട്. ആരുമില്ല, പദ്ധതിയില്ലാത്ത ആരുമില്ല. നമ്മെ കർത്താവ് സർവജ്ഞാനിയായ ദൈവം നമ്മെ സഭയോട് ചേർത്തിരിക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് സാധ്യമാകണമെങ്കിൽ നിശ്ചയമായിട്ടും ഇത് തിരിച്ച് അറിഞ്ഞേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രാധാന്യത നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുക. ചിലരൊക്കെ തെറ്റായിട്ട് പ്രാർത്ഥിക്കാറ് എങ്ങനെയുണ്ട്, ഞാൻ കേൾക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്, ദൈവമേ ഈ പ്രിയ സഹോദരന് കൃപയും കൃപാവരങ്ങളും കൊടുത്തങ്ങ് അനുഗ്രഹിക്കണമേ. കൃപാവരത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. കൃപയ്ക്ക് വേണ്ടി യാചിക്കാം, എന്നാൽ കൃപാവരത്തിന് വേണ്ടി യാചിക്കാൻ പറ്റില്ല. കാരണം കൃപ എന്ന് അതൊരു വരമാണ്, അല്ലെങ്കിൽ ദൈവം നൽകുന്ന ആത്മീക വരമാണ്. അതിനുവേണ്ടി ദൈവമേ എനിക്ക് ആ ഗിഫ്റ്റ് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പറ്റില്ല. അത് സർവജ്ഞാനിയായ ദൈവം നമുക്ക് അറിഞ്ഞൊരു സമ്മാനമായിട്ട് നൽകിയിരിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഓൾറെഡി നൽകിയിട്ടുണ്ട്. ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ, അത് ഞാൻ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ആശയം. പ്രധാനമായിട്ടും പുതിയ നിയമത്തിൽ 4 വേദഭാഗങ്ങളിലാണ് കൃപാവരങ്ങളുടെ ലിസ്റ്റ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഇത് നിശ്ചയമായിട്ട് പഠിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ ചേർത്ത് പറയുന്നത്. 4 അധ്യായങ്ങൾ പഠിക്കുവാൻ എളുപ്പമാണ്. 2 12 അധ്യായങ്ങളിലും 2 4-ാമത്തെ അധ്യായങ്ങളിലും. എന്ന് വെച്ചാൽ റോമാലേഖനം 12-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 12 ആൻഡ് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12. രണ്ടാമതായിട്ട്, അല്ലെങ്കിൽ ബാക്കി 2 അധ്യായങ്ങൾ ഓരോ 4 അധ്യായങ്ങളാണ്. ഓർക്കുവാൻ എളുപ്പമാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായം, പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 4 ആൻഡ് 1 പീറ്റർ ചാപ്റ്റർ 4. അപ്പൊ 4 അധ്യായങ്ങൾ വളരെ എളുപ്പമായി ഈ കൃപാവരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഷയം കൂടെയാണിത്. അവിടെ 4 അധ്യായങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 റോമർ 12, 1 കൊരിന്ത്യർ 12, എഫേസ് ലേഖനം 4-ാം അധ്യായം, 1 പത്രോസ് 4-ാം അധ്യായം. ഈ 4 അധ്യായങ്ങളിലാണ് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ കൃപാവരങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പറയുകയാണ്. ഈ കൃപാവരങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. താൽക്കാലിക കൃപാവരങ്ങളും സ്ഥിരമായ കൃപാവരങ്ങളും. പെർമനന്റ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആൻഡ് ടെമ്പററി ഗിഫ്റ്റ്സ്. താൽക്കാലിക കൃപാവരങ്ങൾ എന്ന് പറയുന്നത് സഭയുടെ ആദ്യ നാളുകളിൽ സഭയുടെ കെട്ടുപണിക്കായിട്ട് ദൈവം നൽകിയിരുന്ന കൃപാവരങ്ങളാണ്. അത് ഇന്നില്ല. ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്, കാരണം വിവരിക്കുവാനുള്ള സമയം പോരാ എന്നതുകൊണ്ടാണ്. കാരണം ഈ വിഷയം തന്നെ എടുക്കുവാൻ ഒരു ആഴ്ചത്തെ സമയം വേണം പൂർണ്ണമായിട്ട്, കുറച്ചെങ്കിലും എടുക്കണമെങ്കിൽ. എന്നാൽ ഒരു ആശയം പറഞ്ഞു പോവുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങൾ, അവിടെ 9 കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം. ഈ 9 കൃപാവരങ്ങളും താൽക്കാലിക കൃപാവരങ്ങളാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഈ കൃപാവരങ്ങൾ 1 കൊരിന്ത്യർ 12-ൽ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങൾ ഇന്നില്ല. ആ 9 എണ്ണം നമുക്കുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മറിച്ച് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 7 കൃപാവരങ്ങൾ, ഈ 7 കൃപാവരങ്ങളും ഇന്നുണ്ട്.
അതുകൊണ്ട് ഈ 7 കാര്യങ്ങളും ഒന്ന് വേഗത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം അത് നാം അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വരാം. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളാണ് നാം നോക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട്, എന്നിട്ട് താഴോട്ട് പറയുകയാണ് 7 വരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഓരോന്നായിട്ട് നമുക്ക് പോകാം. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ഒരു പക്ഷെങ്കിൽ ആദ്യത്തെ കൃപാവരം കണ്ടു കഴിഞ്ഞപ്പോഴേ ഒരു ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. ആ കൃപാവരമോ അല്ലെങ്കിൽ കൃപാവരത്തിൽ പ്രവചനവരമോ നമുക്കറിയാം. പ്രവചനം എന്നത് താൽക്കാലിക വരമാണ്. എന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി പറയുക എന്ന് പറയുന്നത് ദൈവം അങ്ങനെയുള്ള പ്രവചനങ്ങൾ ഇന്ന് നൽകുന്നില്ല. എന്നാൽ പ്രൊഫസി അല്ലെങ്കിൽ പ്രവചനം എന്നുള്ള വാക്കിന് 2 അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന് ഫോർ ടെല്ലിങ്ങും മറ്റൊന്ന് ഫോർത്ത് ടെല്ലിങ്ങും. ഫോർ ടെല്ലിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി പറയുവാൻ കഴിയുന്നത്, അതാണ് ഫോർ ടെല്ലിങ് എന്ന് പറയുന്നത്. അതാണ് പ്രൊഫസി എന്ന വാക്കിന്റെ, പ്രവചനം എന്ന വാക്കിന്റെ ഒരർത്ഥം. എന്നാൽ മറ്റൊരർത്ഥമുണ്ട്. അതിന് ഫോർത്ത് ടെല്ലിങ് എന്ന് വെച്ചാൽ ജനത്തിന്റെ മുൻപിൽ വന്നു നിന്ന് പറയുക. ദൈവവചനം മുൻപിൽ വന്നു നിന്ന് പറയുക, ഫോർത്ത് ടെല്ലിങ്. ഇത് പ്രവചനം എന്ന വാക്കിന്റെ അർത്ഥമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം ഫോർത്ത് ടെല്ലിങ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിന്റെ കാരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ഇപ്പോൾ ദൈവം നൽകുന്ന ഒരു പ്രവചനമാണെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസമാണ്? നടക്കുമോ നടക്കുകയില്ലയോ എന്നൊരു വിശ്വാസമാണോ? അത് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതാണോ? അല്ല. ആ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ദൈവത്തിൽ കഴിക്കുന്ന ഒരു ആശ്രയത്തെ കാണിക്കുന്ന അർത്ഥമല്ല ആ വിശ്വാസം എന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യൂദയുടെ ലേഖനം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ജൂഡ് ചാപ്റ്റർ 1:3. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്കായിട്ട് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഈ യൂദയുടെ ലേഖനത്തിൽ ദുരുപദേശത്തിനെതിരെ എഴുതുന്ന ഒരു ലേഖനമാണ്. വിശ്വാസികൾ അതിനെതിരെ പോരാടണം എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയാ പോരാടേണ്ടത്? ദുരുപദേശത്തിന് എതിരെ എഴുതുമ്പോൾ ഉപദേശത്തിന് വേണ്ടി പോരാടണം. അതിനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന. അപ്പോൾ വിശ്വാസം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ ഡോക്ട്രിൻ അഥവാ ഉപദേശം എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഈ ആശ്രയത്തിൽ അവിടെ എടുക്കുമ്പോൾ പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം എന്ന് പറയാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഒരുവൻ വചനം വ്യാഖ്യാനിക്കുന്നത് അതെങ്ങനെയായിരിക്കണം? അത് ദൈവവചനത്തിന്റെ ഉപദേശപ്രകാരമായിരിക്കണം. ഡോക്ട്രിനലി മിസ്റ്റേക്ക് ആകാൻ പാടില്ല, ഉപദേശപ്രകാരം ആയിരിക്കണം. അതാണ് അവിടെ പറഞ്ഞു വരുന്ന ആശയം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് എന്താണ് ആ പ്രവചനം എന്ന് പറയുന്നത്. ഫോർത്ത് ടെല്ലിംഗ്. ദൈവവചനം ഞാൻ വായിച്ചു അത് വ്യാഖ്യാനിക്കുക. അപ്പോൾ അത് ഏത് അടിസ്ഥാനത്തിലായിരിക്കണം? ദൈവവചനത്തിന്റെ മുഴുവനായിട്ടുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകണം. വചനത്തോട് ഞാൻ പറയുന്നത് മറ്റൊരു ഭാഗം എതിരായി നിൽക്കുവാൻ പാടില്ല. ഇത് ഒന്നിച്ചു നിൽക്കണം, ഉപദേശപരമായി ശരിയായിരിക്കണം. അങ്ങനെ ആയിരിക്കണം പ്രവചിക്കേണ്ടത്. എങ്ങനെ? വചനം ഞാൻ വ്യാഖ്യാനിച്ചു നൽകേണ്ടത്. ഈ വരം ഉള്ളവർ, ഇതൊരു കൃപാവരമാണ്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. എനിക്കറിയാവുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ സഭയിലുമുണ്ട്, പുറത്തുമുണ്ട്. അവരോടൊക്കെ എപ്പോ സംസാരിച്ചാലും അവർക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ദൈവവചനമാണ്. എപ്പോ വീട്ടിൽ ചെന്നാലും അവർ പറയുന്നത് ദൈവവചനത്തിന് ഭാഗമെടുത്ത് അവരോട് ദൈവവചനത്തിൽ സംസാരിച്ച കാര്യങ്ങൾ എന്നോട് പറയുക. ഇതിൽ അവർക്ക് ആവേശം. ഫോൺ വിളിച്ചാൽ അവർക്ക് പറയേണ്ടതൊക്കെ ഈ വചനത്തിലെ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ട്, കൃപാവരമാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള വചനത്തിലെ കാര്യങ്ങൾ സംസാരിക്കുവാൻ വളരെ താല്പര്യമുള്ളവർ ഉണ്ടായിരിക്കും. ഇനി രണ്ടാമതായിട്ട്, അത് ഒന്നാമത്തെ കൃപാവരമാണ്. വചനം പ്രവചിക്കുക അല്ലെങ്കിൽ വചനം അറിയിക്കുക, വ്യാഖ്യാനിക്കുക. രണ്ടാമതായി പറഞ്ഞ ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. അവിടെ എന്താ? അതൊരു കൃപാവരമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. വിവരിക്കാതെ പോവുകയാണ്. അത് നമ്മുടെ സ്വരസഭയിലാകട്ടെ, പ്രവർത്തനങ്ങളുടെ ബന്ധത്തിലാകട്ടെ, എല്ലാ കാര്യങ്ങളും എന്തും ചെയ്യുവാൻ വളരെ മനസ്സോടെ ഇരിക്കുന്ന ചിലരെ അറിയാം. ഒരുപക്ഷെ സ്റ്റേജിൽ ഇരിക്കാനൊന്നും താല്പര്യം കാണില്ല, പക്ഷേ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനും ഇതിനു വേണ്ടി അല്ലെങ്കിൽ സഭയിലേക്ക് ചിലരെ കൂട്ടിക്കൊണ്ട് വരുവാനും പോകുവാനും ഒക്കെ വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവർ. അതൊരു കൃപാവരമാണ്.
ചിലർക്ക് നൽകിയിരിക്കുന്ന ചില കൃപാവരങ്ങൾ. നാം എല്ലാവരും അതൊക്കെ ചെയ്യേണ്ടവർ തന്നെയാണ്. എന്നാൽ ചിലർക്ക് വേണ്ടി ദൈവം അങ്ങനെ ഒരു കൃപാവരം കൂടെ നൽകിയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ ഉത്സാഹമായിരിക്കും ശുശ്രൂഷ ചെയ്യുവാൻ. മൂന്നാമതായിട്ട് അവിടെ പറയുന്നത് ഉപദേശിക്കുന്നവൻ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ എന്ന് വെച്ചാൽ വചനം പഠിപ്പിക്കുക, അതൊരു വരമാണ്. വചനം പഠിപ്പിക്കുക എന്നുള്ളത് അത് ആ കൃപാവരം ലഭിച്ചവരെ വളരെ ലളിതമായിട്ട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം സഭയെ പഠിപ്പിക്കുവാൻ കഴിവുള്ളവരായിരിക്കും. ആ ഒരു കഴിവ് നൽകിയിട്ടുണ്ടായിരിക്കും, വചനം ഉപദേശിക്കുവാനുള്ള കഴിവ്. ഇനി ദൈവത്തിന്റെ ആത്മാവ് ഈ ഉപദേശിക്കുവാൻ കഴിവുള്ളവർക്ക് മാത്രമാണോ ഈ വ്യാഖ്യാനിക്കാനുള്ള അല്ലെങ്കിൽ പ്രകാശനം നൽകുന്നതല്ല, എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. എന്നാൽ എല്ലാ വിശ്വാസികളെയും വചനം പഠിപ്പിക്കണമെന്ന്, അവരെല്ലാവരും ഉപദേശിക്കുന്നവരാകണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഉപദേശിക്കുന്നവർക്ക് അങ്ങനെ ഒരു കൃപാവരം ആയിട്ട് നൽകിയിട്ടുണ്ട്. ചേർത്ത് പറയുകയാണ്, മൂപ്പന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു യോഗ്യതകൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉപദേശിക്കുവാൻ സമർത്ഥരായിരിക്കണം. അപ്പോൾ മൂപ്പന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു യോഗ്യത എന്താ? അവർ ഉപദേശിക്കുവാൻ സമർത്ഥരായിരിക്കണം. ഇതിനോട് ചേർത്ത് വെച്ചാൽ ഈ ഒരു കൃപാവരം, ഉപദേശിക്കുക എന്നുള്ള കൃപാവരം ആർക്കുണ്ടായിരിക്കണം? മൂപ്പന്മാർക്കുണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ മൂപ്പന്മാർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു വരമാണ് ഉപദേശിക്കുവാൻ, വചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അത് ദൈവം നൽകുന്നതാണ്. ഒരു തെറ്റിദ്ധാരണ കൂടെ ഒന്ന് മാറ്റി പോകാൻ ആഗ്രഹിക്കുന്നു. ഉപദേശിക്കുവാൻ കഴിവുള്ളവരെല്ലാവരും മൂപ്പന്മാരാണോ? അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മൂപ്പന്മാർക്ക് എല്ലാവർക്കും ഉപദേശിക്കുവാനുള്ള കൃപാവരമുണ്ട്, പക്ഷെ ഉപദേശിക്കുന്നവരെല്ലാവരും മൂപ്പന്മാര് അല്ല. അത് ഞാൻ ഇതിനോടൊന്ന് ചേർത്ത് പറഞ്ഞുവെന്നേ ഉള്ളൂ. അപ്പോൾ നാം മൂന്നാമത്തെ കൃപാവരം നാം കണ്ടത് ഉപദേശിക്കുന്ന വചനം ഉപദേശിക്കുന്ന. നാലാമതായിട്ട് പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ. ഈ പ്രബോധിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആരാധനാത്മകമായ ചിന്തകൾ പറയുന്നതിനെ പ്രബോധനം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ആ പ്രബോധനം, അങ്ങനെ ഒരു പ്രബോധനം നൽകുക എന്നുള്ളതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രബോധനം എന്നുള്ള വാക്ക് കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് ഗ്രീക്ക് വാക്കിൽ പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പറയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്, പ്രബോധിപ്പിക്കുക എന്നുള്ളത് കൊണ്ട്. അതിന്റെ അർത്ഥം സഹായകൻ അല്ലെങ്കിൽ ആശ്വാസകൻ എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. തളർന്നിരിക്കുന്ന ഒരുവനെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും ഇവർക്ക്. ഇവരുടെ വാക്കുകൾ കൊണ്ട്, ഇവരുടെ സാന്നിധ്യം കൊണ്ട് ഇവർക്ക് ഈ തളർന്നിരിക്കുന്ന ഇവര് രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ ചില പ്രവൃത്തികൾ കൊണ്ട് അതൊരു വലിയ പ്രബോധനം. ചിലപ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഇവർ ചിലപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഈ വലിയൊരു ആശ്വാസം നമുക്ക് ലഭിക്കും. അത് അങ്ങനെയുള്ള ചില കൃപാവരം ലഭിച്ചവരുണ്ട്, പ്രബോധിപ്പിക്കുവാൻ കഴിവുള്ളവർ. തെറ്റ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചു നൽകി, ഇതിങ്ങനെയല്ല ബ്രദറെ, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തരുവാൻ കഴിവുള്ളവർ. ഒരുപാട് ഉദാഹരണങ്ങൾ പുറമേ നിന്നും അകമേ നിന്നും വചനത്തിൽ നിന്നും എടുക്കുവാൻ കഴിയും. ഒറ്റ ഉദാഹരണം പറഞ്ഞു പോവുകയാണ്, അക്വിലാസും പ്രിസ്കില്ലയും. നാം അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 18-ാം അധ്യായം അതിൽ 24 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് അവിടെ വായിക്കുന്നുണ്ട്. ആ വാക്യങ്ങളിലേക്ക് നമ്മൾ വേഗത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനത് മുന്നോട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം അപ്പൊല്ലോസിന്റെ പ്രസംഗമാണ്. അപ്പൊല്ലോസ് കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു. അപ്പോൾ യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എന്ന് 25-ാം വാക്യത്തിൽ പറയുന്നു. താഴേക്ക് വരുമ്പോൾ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതറിഞ്ഞ ഈ അക്വിലയും പ്രിസ്കില്ലയും ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രിസ്കില്ലയും ചെയ്യുന്ന ഒരു കാര്യം അവിടെ നാം വായിക്കുന്നുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ 18-ാം അധ്യായം 24-ാമത്തെ വാക്യം, ക്ഷമിക്കണം, 24-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 18 verse 24. അപ്പൊല്ലോസ് എന്നൊരു എഫെസോസിലെത്തി. 25-ാം വാക്യം, ഇങ്ങനെയുള്ള ഇവനെ കണ്ടെത്തിയതിനു ശേഷം അതിന്റെ 26-ാമത്തെ വാക്യത്തിലാണ്, ക്ഷമിക്കണം, അവിടെ എരിവുള്ളവൻ എന്ന് കണ്ട് ഇവിടെ അപ്പൊല്ലോസിനെ ശരിയായ മാർഗം കാണിച്ചു സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അക്വിലാസും പ്രിസ്കില്ലയും ചെയ്യുന്ന ഒരു കാര്യം, ഈ പ്രസംഗം കേട്ടിട്ട് ഈ അപ്പൊല്ലോസിനെ ശരിയായ മാർഗം എന്തെന്ന് സ്പഷ്ടമായിട്ട് തെളിയിച്ചു കൊടുത്തു. ഇത് പ്രബോധിപ്പിക്കുന്നവർക്കുള്ള ഒരു ഗുണമാണ്. ഇവർ ഈ അപ്പൊല്ലോസിനെ അങ്ങ് നിരുത്സാഹപ്പെടുത്തി കളഞ്ഞില്ല, മറിച്ച് പ്രോത്സാഹിപ്പിച്ച് നിലനിർത്തി. ഇങ്ങനെയുള്ളവർ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ കഴിവുള്ളവർ. അഞ്ചാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, റോമാലേഖനം 12-ാം അധ്യായത്തിൽ അഞ്ചാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദാനം ചെയ്യുന്നവൻ. അത് ശുശ്രൂഷ എന്നതിനെ കുറിച്ച് നാം കണ്ടു. ഊർജം, നമ്മുടെ സമയവും ഊർജവും ഒക്കെ കൊടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന അതൊരു കൃപാവരമാണ്. മറ്റൊരു കൃപാവരമാണ് ദാനം ചെയ്യുന്നത് ഏകാഗ്രതയോടെ. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട്
ദൈവസഭയ്ക്കും ആത്മീയ കാര്യങ്ങൾക്കും പിന്തുണയായിട്ട് നിലനിൽക്കുക. ഇങ്ങനെയുള്ള ഇതിനൊരു കൃപാവരം ലഭിച്ചവര് നമ്മുടെ മധ്യത്തിലുണ്ട്. കൊടുക്കുവാൻ മനസ്സുള്ളവർ. ഇനി കൊടുക്കുവാൻ മനസ്സുള്ളവർ എന്ന് പറയുമ്പോൾ ഈ സമ്പത്തുള്ളവര് മാത്രമാണോ? അല്ല, സമ്പത്തുള്ളത് കൊണ്ട് മാത്രം ഈ കൃപാവരം ഉണ്ടാവണമെന്നില്ല. സമ്പത്ത് കുറവെങ്കിലും, ഭൗതിക കാര്യങ്ങളിൽ കുറവെങ്കിലും ഈ കൃപാവരമുള്ളവർ കൊടുക്കുവാൻ മനസ്സുള്ളവരായിരിക്കും. ബർന്നബാസിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ബർന്നബാസ് തനിക്കുള്ളതൊക്കെയും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അതൊരു കൃപാവരമാണ്. ദാനം കൊടുക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്തുണ കൊടുക്കുവാൻ ദൈവദാസന്മാർക്ക്, സ്ഥലസഭയ്ക്ക്, സഭകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് മനസ്സോടെ കൊടുക്കുവാൻ, ഏകാഗ്രതയോടെ കൊടുക്കുവാൻ കഴിയുക, അതൊരു കൃപാവരമാണ്. ആ കൃപാവരം ലഭിച്ചവരുണ്ട്. 7-ാമത്, കരുണ ചെയ്യുന്നവൻ. ഇത് നമുക്ക് മുമ്പ് ചിന്തിച്ചതുപോലെ, മുമ്പ് കണ്ടതുപോലെ പ്രബോധനത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന മറ്റൊരു കൃപാവരമാണ്. അവസ്ഥ മനസ്സിലാക്കി പെരുമാറുവാൻ കഴിയുക. കരുണ, പ്രസന്നതയോടുകൂടെ മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കി ആ കാര്യങ്ങളോട് ഇടപെടുവാൻ കഴിയുക. നാം തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒനേസിഫോരസ് എന്നെ തണുപ്പിച്ചു എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ പൗലോസിനെ തണുപ്പിക്കുന്നവനായിരുന്നു ആ ഒനേസിഫോരസ്. പറഞ്ഞു വരുന്നത്, അങ്ങനെ തണുപ്പിക്കുവാൻ കഴിവുള്ളവർ, കരുണ കാണിക്കുവാൻ കഴിവുള്ളവർ നമ്മുടെ ഇടയിലുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ള കൃപാവരങ്ങളാണ്. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 4:11, ഞാൻ വായിക്കാതെ പുറകെ 4 കൃപാവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 കൃപാവരങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഈ 2 കൃപാവരങ്ങൾ താൽക്കാലികമാണ്, അത് ഇന്നില്ല. പിന്നീട് പറഞ്ഞിരിക്കുന്ന 2 കൃപാവരങ്ങൾ സുവിശേഷകന്മാരും ഇടയന്മാരും. ഇടയന്മാരും ഉപദേശകന്മാരും ഇവിടെ ചേർത്ത് പറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ അത് ഇടയന്മാർക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഉപദേശകന്മാരായിരിക്കുക. നാം ചിന്തിച്ചതാണ്. അപ്പോൾ 2 കൃപാവരങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സുവിശേഷകന്മാരും ഇടയന്മാരും, അല്ലെങ്കിൽ മൂപ്പന്മാർ. ഇതും കൃപാവരമാണ്. അപ്പോൾ മൂപ്പന്മാരുള്ള ബന്ധത്തിൽ നാം ഒക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. സുവിശേഷകന്മാർ, ഒരുവൻ സുവിശേഷനാണെന്ന് തിരിച്ചറിയുന്നത് നാം തിരിച്ചറിയുക. ഈ മൂപ്പന്മാരുള്ള ബന്ധത്തിലും അങ്ങനെയാ. തിരഞ്ഞെടുക്കുകയല്ല, ദൈവസഭയിൽ മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് തിരിച്ചറിയുകയാണ്. ഇതൊരു കൃപാവരമാണ്. ഒരുവൻ മൂപ്പനാണോ അല്ലയോ എന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ അങ്ങ് തിരഞ്ഞെടുക്കാം, അല്ല. മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുകയല്ല, മറിച്ച് തിരിച്ചറിയുകയാണ്. മൂപ്പന്റെ കൃപാവരമുണ്ട്, ഇന്ന യോഗ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഞാൻ ഈ 7 കാര്യങ്ങൾ ഇവിടെ റോമാലേഖനത്തിൽ നിന്നും എഫേസ്യ ലേഖനത്തിൽ 2 കൃപാവരങ്ങൾ, സുവിശേഷകന്മാരായും മൂപ്പന്മാരായും 7ഉം 2 9 പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 9 കൃപാവരങ്ങളാണ് ഇന്ന് നമുക്ക് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങൾ. ഈ കൃപാവരങ്ങൾ നമ്മളുണ്ടോ എന്ന് നാം പരിശോധിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഈ കൃപാവരങ്ങൾ ഏതെങ്കിലും ഒന്ന് നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും. അത് കണ്ടെത്തി നാം അത് ഉപയോഗിക്കണം. ഇനി എങ്ങനെ കണ്ടെത്തുവാൻ കഴിയും? അതൊന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ശരി, ഇതിന് വല്ല മാജികോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കണ്ടുപിടിക്കാന്. ഇതിന് കുറുക്കു വഴികളൊന്നുമില്ല. നാം എങ്ങനെയാ സ്വാഭാവിക കഴിവുകൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ടാലൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എന്നോട് ചേർത്തൊരു കാര്യം കൂടെ പറയാം. ഈ വരങ്ങളൊക്കെ നാം കണ്ടപ്പോൾ പാട്ട് പാടുക എന്നത് ഒരു കൃപാവരമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അനേകരുണ്ട്. എന്നോട് പരിഭവമൊന്നും തോന്നരുത്. എന്നാൽ പാട്ട് പാടുക എന്ന് പറയുന്ന ഒരു കൃപാവരമല്ല, അതൊരു നാച്ചുറൽ ടാലന്റാ, സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവാ, ജന്മന ലഭിച്ച ഒരു കഴിവാ അത്. അപ്പോൾ പാട്ട് പാടുക അത് നാം ആത്മീക മേഖലയിൽ വളരെ ചെയ്യുന്ന ഒരു ശുശ്രൂഷ തന്നെയാണെങ്കിലും അതൊരു കൃപാവരം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. പറഞ്ഞു വരുന്നത്, ഇതെങ്ങനെയാണ് നാം തിരിച്ചറിഞ്ഞത്? സ്വാഭാവിക കഴിവ്, എനിക്കൊരു നാച്ചുറൽ പാട്ട് പാടാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള കഴിവുണ്ട്. ഇതെങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞത്? ഞാനൊരു ബുക്ക് വായിച്ചു, പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തിരിച്ചറിഞ്ഞു, അങ്ങനെയാണോ? അല്ല, നാം ഒരു ദിവസം പാടിയപ്പോഴാണ് പാടാൻ അറിയുന്നവരാണെന്ന് മനസ്സിലായത്. ഇതുപോലെ തന്നെയാണ് ഈ കൃപാവരങ്ങളുടെ ബന്ധത്തിലും, ഈ കൃപാവരങ്ങൾ തിരിച്ചറിയുന്നുള്ള ബന്ധത്തിലും. ഇത് നാം ചെയ്തെങ്കിൽ മാത്രമേ, ഇത് നാം എക്സസൈസ് ചെയ്തെങ്കിൽ മാത്രമേ, ഇത് നാം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ എന്റെ കൃപാവരം ഏതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള 10-15 മിനിറ്റ് ഉണ്ട്. എനിക്കൊരു 5 മിനിറ്റ് കൂടെ കൂട്ടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 15ഓളം മിനിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ ബാക്കിയുള്ള ചില കാര്യങ്ങളോട് ഇതിനോടുള്ള ബന്ധത്തിൽ പറയുക. ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയാണല്ലോ മനസ്സിലാകുന്നത്. ശരി, ഇനി ഈ കൃപാവരങ്ങൾ മനസ്സിലാക്കുവാനുള്ള 3 മാർഗങ്ങൾ, ഞാനിത് പ്രയോഗിക്കുമ്പോൾ, ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ തിരിച്ചറിയാം ഇതെന്റെ കൃപാവരമാണെന്ന്? ഉദാഹരണം പറഞ്ഞാൽ പ്രസംഗിക്കുക എന്ന് വെച്ചാൽ വചനം പഠിപ്പിക്കുക, ഇതെന്റെ ഒരു കൃപാവരമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? 3 ഒരു ഉദാഹരണം, അല്ലെങ്കിൽ 3 മാർഗങ്ങൾ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്,
നമ്മുടെ താല്പര്യം എന്തിലാണ്? അവർ ഇൻട്രസ്റ്റ്. എനിക്ക് കരുണ കാണിക്കുവാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി നമുക്ക് ദാനം ചെയ്യുവാൻ വളരെ താല്പര്യമുണ്ടെങ്കിൽ അത് നാം മനസ്സിലാക്കണം. അത് എന്താണെന്ന് മനസ്സിലാക്കാം. അതെന്റെ ഒരു താല്പര്യമാണ്. അപ്പൊ അതിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൃപാവരം അതെന്റെ ഒരു കൃപാവരമാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ കൃപാവരങ്ങളുടെ എണ്ണത്തിൽ 7 എണ്ണത്തിൽ ഒരെണ്ണം വിട്ടുപോയിരുന്നു. ഭരിക്കുക എന്നുള്ളത് അത് ഒരു കൃപാവരമാണ്. അത് നേതൃത്വം വഹിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇപ്പം നേതൃത്വം വഹിക്കുക എന്ന് വെച്ചാൽ കാര്യങ്ങൾ ശരിയായ നിലയിൽ ചെയ്യുവാൻ കഴിയുക. ഇതെനിക്ക് വളരെ താല്പര്യമാണ്. സഭയിൽ ഒരു പക്ഷെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇതിനൊക്കെ വളരെ ഓടി നടന്ന് കാര്യങ്ങളെ ചെയ്യുവാൻ, നേതൃത്വം വഹിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കൃപാവരം ഉണ്ടെന്നുള്ളതിന്റെ ഒരു മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യമാണ്. ഈ 2, ഈ താല്പര്യം മാത്രം മതിയോ? പോരാ, എബിലിറ്റി വേണം, കഴിവ്. എന്ന് വെച്ചാൽ എനിക്ക് പ്രസംഗിക്കുവാൻ എനിക്ക് വലിയ താല്പര്യമാണ്, പക്ഷെ സഭയിലുള്ളവർക്കൊന്നും അത് താല്പര്യം കാണത്തില്ല. ചിലപ്പം എനിക്ക് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ കേൾക്കുവാൻ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ എന്റെ കഴിവ് അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യുവാനുള്ള കഴിവ് ദൈവം നൽകിയിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. ഇനി ആ കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 1, നമുക്ക് താല്പര്യമുണ്ട്, 2, നമുക്ക് അതിനുള്ള കഴിവും ദൈവം നൽകിയിട്ടുണ്ട്. ഇത് 2 പോരാ, മൂന്നാമതായ ഒരു കാര്യം കൂടെ, ഫ്രൂട്ട്സ്, ഫലങ്ങൾ കാണുവാൻ കഴിയണം. നാം എന്തെങ്കിലും ഈ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാം ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നേതൃത്വം വഹിക്കുകയാട്ടെ, നാം ഒരാളെ ആശ്വസിപ്പിക്കുകയാട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് ചെയ്യപ്പെടുന്നയാള് അല്ലെങ്കിൽ ഞാൻ ആരോടാണ് ചെയ്തത് അവർക്ക് അത് ഗുണകരമായി തീരുന്നുണ്ടോ, ഒരു ഫലം കാണാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നമുക്ക് തീരുമാനിക്കും ഇതെന്റെ കൃപാവരമാണ്. അപ്പോൾ നമ്മുടെ താല്പര്യം, നമുക്കുള്ള അതിനുള്ള കഴിവുണ്ടോ? മൂന്നാമതായി നാം പരിശോധിക്കേണ്ടത് അതുകൊണ്ട് ഫലം ഉണ്ടാകുന്നുണ്ടോ, പ്രയോജനപ്പെടുന്നുണ്ടോ, ഇത് നാം തിരിച്ചറിയണം. അപ്പോൾ 5ാമതായിട്ട് ആത്മീക പക്വതയുള്ളവന്റെ, വളർച്ചയുള്ളവൻ ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് ആത്മീക വരങ്ങൾ, കൃപാവരങ്ങൾ ശരിയാവണ്ണം ഉപയോഗിക്കുന്നവനായിരിക്കും. അത് മറച്ചു വെക്കുന്നവനല്ല. ഇതൊന്നും ചെയ്യാതെ സഭയിൽ വന്നൊരു കാഴ്ചക്കാരനായിട്ട് എഴുന്നേറ്റ് പോകും. ഇല്ലില്ല. സഭയിൽ ശരീരത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്ന, അവയവമായിരിക്കുന്ന ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ നിശ്ചയമായിട്ടും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നവനായിരിക്കും. അതാണ് കൃപാവരം. എനിക്കുള്ള കഴിവ് ഞാനത് പ്രയോജനപ്പെടുത്തും. അത് ഉള്ളവന് ഈ ആത്മീക വളർച്ച ഉള്ളവനായിരിക്കും. 6ാമതായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് 6ാമത്തെ ലക്ഷണം നമുക്ക് കാണാം. ഞാനത് അധിക സമയം എടുക്കാതെ വിവരിക്കാതെ അവസാനിപ്പിച്ചുകൊള്ളാം. 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഒരു ആത്മീക പക്വതയുള്ളവന്റെ 6ാമത്തെ ലക്ഷണം. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. അപ്പോൾ 6ാമത്തെ ആത്മീക പക്വതയുള്ളവന്റെ, വളർച്ചയുള്ളവന്റെ ലക്ഷണം എന്ന് പറയുന്നത് അവൻ സ്നേഹമുള്ളവനായിരിക്കും. അറിവ് നല്ലതാ, ദൈവവചനത്തിലുള്ള അറിവൊക്കെ നല്ലതാ. എന്നാൽ ഈ സ്നേഹമില്ലെങ്കിൽ അത് പ്രശ്നമായി തീരും. നല്ല ആഹാരം ഞാൻ കഴിച്ചു, വൈകുന്നേരം നല്ല ആഹാരം കഴിച്ചു, നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു, എന്നാൽ അത് ദഹിക്കുന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എങ്ങനെയാ? അതാണ് ദൈവവചനമൊക്കെ എനിക്കറിയാം, ഞാൻ പഠിച്ചു, എനിക്ക് വചനം വായിക്കാൻ അറിയും, ധ്യാനിക്കാൻ അറിയാം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഇതിലെ ഉപദേശ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് മാത്രമേ ഉള്ളൂ. സ്നേഹം എന്ന ഘടകം നമ്മിൽ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. അറിവ് ചീർപ്പിക്കും, സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തെ വിളിച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ അധ്യായം എന്നാണ്. ചാപ്റ്റർ ഓഫ് ലവ്, 1 Corinthians chapter 13. 12-ാം അധ്യായവും 1 കൊരിന്ത്യർ 12-ാം അധ്യായവും 14-ാം അധ്യായവും 12-ാം അധ്യായത്തിൽ നാം ഇപ്പോൾ കണ്ടതുപോലെ കൃപാവരങ്ങളുടെ ലിസ്റ്റ് നൽകിയിരിക്കുന്നു. 14-ാം അധ്യായത്തിൽ എങ്ങനെ കൃപാവരങ്ങൾ ചെയ്യണം, പ്രവർത്തിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ കൊരിന്ത്യ വിശ്വാസികളോട് പറയുകയാണ്. ഇത് രണ്ടും പറയുന്നതിനിടയ്ക്ക് 13-ാം അധ്യായത്തിൽ ഒരു വിഷയം പറയുക, സ്നേഹം എന്നുള്ള വിഷയം. എന്ന് വെച്ചാൽ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ, 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം പൗലോസ് കയറ്റി വെച്ചിരിക്കുക, സ്നേഹം എന്നുള്ള വിഷയം. എന്ന് വെച്ചാൽ ഈ കൃപാവരമുണ്ട്, ശരി തന്നെ, ഇത് സ്നേഹത്തിലായിരിക്കണം ചെയ്യേണ്ടത്. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒരു സാൻഡ്വിച്ച് എടുക്കുക. സാൻഡ്വിച്ച് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 2 ബ്രെഡുകളാണ്, അതിന്റെ നടുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിരിക്കുക. ഈ നടുക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അങ്ങ് എടുത്തു മാറ്റിയാൽ ഈ 2 എടുത്തു വെച്ചിട്ട് രണ്ട് ബ്രെഡുകൾ മാത്രമാണ്. ഇതുപോലെയാ കൃപാവരങ്ങൾ ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നു,
14 അധ്യായത്തിലും പറയുന്നു. ഈ 13 അധ്യായം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. എനിക്ക് കൃപാവരമുണ്ട്, ഉപദേശിക്കാൻ കഴിവുണ്ട്, പഠിപ്പിക്കാൻ പറ്റും, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഇതുകൊണ്ട് ഏതുമില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹം നിശ്ചയമായിട്ടും ഉണ്ടായി. സ്നേഹമുള്ളവനായി സരസഭയോടുള്ള ബന്ധത്തിൽ, കൂട്ടുവിശ്വാസികളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥമായി വ്യാജ സ്നേഹമല്ല, നിർവ്യാജ സ്നേഹം തന്നെ നമുക്കുണ്ടായിരിക്കും. കാപട്യ സ്നേഹമല്ല. അങ്ങനെയുള്ള സ്നേഹങ്ങൾ ഒരുപാട് ഈ ലോകത്തുണ്ട്, കപട സ്നേഹങ്ങൾ. ആവശ്യം വരുമ്പോൾ കാണാം ഈ സ്നേഹമുള്ളവരുടെ അവസ്ഥ എവിടെയാണ്. ഇങ്ങനെയുള്ള സ്നേഹമുള്ളവരെ, ഈ വ്യാജ സ്നേഹമുള്ളവരെ കാണണമെങ്കിൽ നമ്മുടെ ഒരു ആവശ്യഘട്ടങ്ങൾ വരണം, നമുക്കൊരു വീഴ്ച, നമുക്കൊരു രോഗം വരണം, നമ്മൾ ഒന്ന് വയ്യാതെയാകണം, അപ്പോഴറിയാം ഈ വ്യാജ സ്നേഹമുള്ളവരെ. നിർവ്യാജ സ്നേഹം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും നമ്മെ സ്നേഹിക്കുവാൻ കഴിവുള്ളവരായിരിക്കും. അതെങ്ങനെയാ സ്നേഹിക്കേണ്ടത്? അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൽ 7 മുതലുള്ള വാക്യങ്ങൾ. 1 John chapter 4 verses 7 onwards. അവിടെ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ യോഹന്നാൻ, സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ ഒരു വിശേഷണം തന്നെ നൽകിയിരിക്കുക. 4-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. 7-ാമത്തെ വാക്യത്തിൽ ഓർഡർ പറയുക, സ്നേഹത്തിന്റെ ഓർഡർ പറയുക. 7-ാമത്തെ വാക്യത്തിൽ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ എവിടുന്നാ സ്നേഹം വരുന്നത്? ദൈവത്തിൽ നിന്നാണ് സ്നേഹം വരുന്നത്. അതൊന്ന്. ഇനി 8-ാമത്തെ വാക്യത്തിലേക്ക് വരാം. The first thing that we see, love comes from God. ഈ 8-ാമത്തെ വാക്യത്തിൽ ദൈവം സ്നേഹം തന്നെ, അതിന്റെ 2-ാമത്തെ ഭാഗം. God is love. അപ്പൊ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. 2, ദൈവം സ്നേഹമാകുന്നു. 9-ാം വാക്യം അതിന്റെ അവസാന ഭാഗം, ആ സ്നേഹം നമുക്ക് പ്രത്യക്ഷമാക്കി. എങ്ങനെ പ്രത്യക്ഷമാക്കി? കാൽവറിയിലെ ക്രൂശിൽ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു നൽകി ലോകത്തിലുള്ള പാപികളായ നമ്മോട് ഈ സ്നേഹം പ്രത്യക്ഷമാക്കി. അപ്പോൾ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവം സ്നേഹമാകുന്നു. 3, ഈ സ്നേഹം ദൈവം നമുക്ക് ക്രിസ്തുവേശുവിൽ കാൽവറിയിലെ ക്രൂശിൽ പ്രത്യക്ഷമാക്കി. ഇനി 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ? ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ. അതേതാ? കാൽവറിയിലെ ക്രൂശിൽ സ്വന്തം പുത്രനെ നൽകി തന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹം. ആരെയാ സ്നേഹിച്ച്? പാപികൾ, അധർമ്മികൾ, ദുഷ്ടർ, ദൈവത്തോട് ശത്രുക്കളായിരുന്ന നമ്മെ ക്രിസ്തുവേശുവിനാൽ ദൈവം നമ്മെ സ്നേഹിച്ചുവെങ്കിൽ ആ സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിക്കുക. എന്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കാതിരിക്കുവാൻ, അവന്റെ കുറവുകൾ 100 കുറവുകൾ കണ്ടെത്തുവാൻ എനിക്ക് പറ്റും. പക്ഷെ സ്നേഹിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയും. കുറവുകൾ കണ്ടുപിടിച്ച് എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ 100 കാരണങ്ങൾ കണ്ടുപിടിക്കാം. സ്നേഹിക്കാൻ എനിക്ക് ഒറ്റ കാരണമേ ഉള്ളൂ. ആ കാരണം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൽ ക്രിസ്തുവേശു എന്നെ സ്നേഹിച്ചു, ദൈവം എന്നെ സ്നേഹിച്ചു. ആ സ്നേഹത്താൽ അന്യോന്യം സ്നേഹിക്കണമെന്ന് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 6-ാമത്തെ ലക്ഷണം സ്നേഹിക്കുന്നവൻ ആയിരിക്കും, സ്നേഹമുള്ളവനായിരിക്കും. നമുക്കറിയാം ആ വ്യാജ സ്നേഹമല്ല, നിർവ്യാജ സ്നേഹം നമുക്ക് ഉണ്ടാവട്ടെ. 7-ാമതായിട്ട് ആത്മീക വളർച്ചയുള്ളവന്റെ 7-ാമത്തെ ലക്ഷണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നവൻ ആയിരിക്കും. ഇത് ഒടുവിലായിട്ട് പറയുന്നുവെങ്കിലും ഏറ്റവും താഴ്ന്ന കാര്യമായതുകൊണ്ടല്ല ഒടുവിലായിട്ട് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ദ ലീസ്റ്റ്. ഏറ്റവും പ്രാധാന്യമുള്ള ലക്ഷണങ്ങളിൽ ഒന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. വചനധ്യാനവും പ്രാർത്ഥനയും ഉള്ളവനായിരിക്കും അവനെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പ്രാർത്ഥനയിൽ മുന്നിട്ട് നിൽക്കുന്നവനായിരിക്കും. ഒരു ബുക്കുണ്ട്, വൈ റിവൈവൽ ടാരീസ്, എന്തുകൊണ്ട് ഉണർവ് താമസിക്കുന്നു എന്നൊരു മനോഹരമായ ഒരു പുസ്തകമുണ്ട്. റാബൻ ഹിൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയതാണ്. അദ്ദേഹം പറയുന്ന ആ പുസ്തകം ഉടനീളം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തുകൊണ്ടാണ് ഉണർവ്, നമ്മുടെ സനസഭകളൊക്കെ കുറയുന്നത്? ഇന്ന് നമ്മുടെ ഇടയിൽ പ്രസംഗിക്കുന്നവർ, പഠിപ്പിക്കുന്നവർക്ക് ഒരുപാടുണ്ട്, എന്നാൽ പ്രാർത്ഥിക്കുന്നവർ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആത്മീകന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവനായ ഒരു വാക്യങ്ങൾ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. കൊലോസ്യർ 4:17 പരിജ്ഞാനത്തിലേക്ക് നിങ്ങൾ തികവുള്ളവരായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുക. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നാം വളരണം. അപ്പോൾ അതിന് പ്രാർത്ഥന എന്നത് വളരെ ആവശ്യമാണ് എന്ന് നാം വായിക്കും. കൊലോസ്യ ലേഖനം എനിക്ക് തോന്നുന്നത് 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്
നാം ഓരോരുത്തരും ആത്മീകമായിട്ട് വളരുന്നവർ ആയിരിക്കണം എന്നുള്ളതായിരിക്കും ആ വാക്യത്തിൽ ഒരു വ്യത്യാസം വന്നതാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, ക്ഷമിക്കണം, ആ വാക്യത്തിന് ഒരു വ്യത്യാസം വന്നതാണ്. 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവിടെ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ തികവുള്ളവരായി തീരുകയാണ്. കൊലോസ്യൻ ചാപ്റ്റർ 4:12. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ പോരാടും. അപ്പോൾ ഇതാണ് ദൈവത്തിന് നമ്മൾക്കുള്ള ഉദ്ദേശം. ഇതിന് പ്രാർത്ഥന ആവശ്യമാണ്. എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും അങ്ങനെ ഒരു പ്രാർത്ഥന അത്യാവശ്യം ആയിരിക്കും. ഈ നാളുകളിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് ആത്മീക വളർച്ചയുള്ളവരിൽ ഉണ്ടാകുന്ന ഒന്നാണ്. ഈ ലോകം നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും ഒക്കെ അപഹരിക്കുവാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ലോകത്തെ നോക്കിക്കൊണ്ടല്ല, നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട് നാം ജീവിക്കണം. നാം ആരംഭിച്ചത് ഇങ്ങനെയാണ്: ക്രിസ്തു എന്ന തലയോളം നാം വളരണം. ആരെയാണ് നാം നോക്കേണ്ടത്? ക്രിസ്തുവിനെ നോക്കണം. എന്റെ മുൻപിലുള്ള 2 മിനിറ്റ് കൊണ്ട് ഞാനൊരു സംഭവം പറഞ്ഞ് ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പണ്ടൊരിക്കലും ഒരു അച്ചായനും അമ്മച്ചി, ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കാം ഈ കഥ. ഒരു അച്ചായനും അമ്മച്ചിയും ഒരു വലിയ ഒരു അച്ചായൻ അമ്മച്ചിയോട് ഒരു യാത്രയൊക്കെ പറഞ്ഞു വലിയൊരു യാത്ര പോയി, ദീർഘയാത്ര, ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി കടന്നുപോയി. അപ്പോൾ ഈ അച്ചായൻ പെട്ടിയൊക്കെ എടുത്തു പോകുമ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞു പോയി. അന്ന് പണ്ട് നടന്നൊരു സംഭവമാണ്. അപ്പോ അന്ന് രാത്രിയിൽ ഈ മാതാവ് ഒരു ദുഃഖ വാർത്ത അറിഞ്ഞു. ഈ അച്ചായൻ കടന്നുപോയ ട്രെയിന് ഒരു അപകടത്തിൽപ്പെട്ടു. ആ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും കത്തിക്കരിഞ്ഞു പോയി. വളരെ ദുഃഖിതയായി തീർന്നു. അങ്ങനെ കുറെ ദിവസങ്ങളുടെ തിരച്ചിലിനൊക്കെ ഒടുവിൽ ഈ പിതാവിന്റെ ശവശരീരം ലഭിച്ചു എന്ന് പറഞ്ഞ ഒരു ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. മുഖമൊന്നും കാണുവാനില്ല, മുഖമൊക്കെ വളരെ വികൃതമായിരിക്കുക. അപ്പോൾ ഈ മാതാവ് മുഖമൊക്കെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് നെഞ്ചത്തൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അടക്കം ചെയ്തു. ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ദുഃഖമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ഈ അമ്മച്ചി ഉമ്മറത്തിരിക്കുമ്പോൾ അച്ചായൻ ഇതേ പെട്ടിയുമൊക്കെ പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഇദ്ദേഹം വീട്ടിൽ വന്ന് കയറിയപ്പം ഈ അമ്മച്ചി ചോദിച്ചു, നിങ്ങൾക്കൊന്നും പറ്റിയില്ലേ? അപ്പോൾ അച്ചായൻ പറഞ്ഞു, ഇല്ലടി, ഞാൻ അന്ന് പോയത് മറ്റൊരു ട്രെയിനില്ല, അന്ന് ഞാൻ ആ ട്രെയിനിൽ പോയില്ല. അപ്പോൾ ഈ അമ്മച്ചി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പൊ ഞാൻ കൊടുത്ത ഈ ഉമ്മയൊക്കെ ആർക്കാ? ഏതോ ഒരുത്തിന് ഉമ്മ കൊടുത്ത് ഞാൻ കൊണ്ട് ശവം അടക്കി. എന്നാൽ അതേ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും പറ്റിപ്പോകുന്നത്. നാം ചുംബിക്കേണ്ടവനെ, പിന്തുടരേണ്ടവനെ, ആരോളമാണ് വളരേണ്ടത്, അവനെ നാം വിട്ടുകളഞ്ഞ് ഈ ലോകത്തോട് സമരരായി തീരുവാൻ, അനുരൂപരാകുവാൻ നാം ശ്രമിക്കാറില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും വളരണം, ക്രിസ്തു എന്ന തലയോളം വളരണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ഒരു കുഞ്ഞ് വളരുന്നില്ലെങ്കിൽ, ആ ജനിച്ച പാടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ പിതാവിന് മാതാവിന് എത്ര ദുഃഖമായിരിക്കും. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം നാം എല്ലാവരും വളരുന്നവരാകണം, പക്വതയുള്ളവരായി തീരണം, ക്രിസ്തു എന്ന തലയോളം വളരണം. അതിന് ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ അനുദിനവും ഈ വചനങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ആ നിലയിലേക്ക് വളരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നാം ഈ 4 ദിവസങ്ങളിലായിട്ട് ഒന്നിച്ച് ആത്മീക പക്വതയിലേക്കുള്ള വളർച്ചയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, മടങ്ങിവരവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാൻ കഴിഞ്ഞു. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു എന്ന് ഞാനും വിശ്വസിക്കുന്നു. നമുക്ക് തുടർന്നും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിൽ, ഇത് വലിയൊരു ഉത്തരവാദിത്വം, ഇതിൽ നമുക്ക് മുന്നിട്ടിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇങ്ങനെ അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവരോടുള്ള എന്റെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.